അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മയഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അഹ്ലു സുന്നക്ക് ഒരുപാട് ഉസൂലുകളുണ്ട്. ആ ഉസൂലുകളിൽ പ്രധാനപ്പെട്ട 4 എണ്ണം. അതിലൊന്നാമത്തേത് അത്തസ്ലീം വൽ ഇസ്തിസ്ലാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമാണങ്ങളോടുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, കീഴ്പ്പെടൽ. രണ്ടാമത്തേത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തഖദീമുൻ നഖലി അലൽ അഖലി, ബുദ്ധിയേക്കാൾ നഖലിന് പ്രാധാന്യം കൊടുക്കണം. മൂന്നാമത്തേത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ ഹദീസുകളുടെയും ഹിക്മത്ത് ഒരാൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഹിക്മത്ത് മനസ്സിലായിട്ടില്ലെങ്കിലും ആ ഹദീസ് അംഗീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇതാണ് മൂന്നാമത്തെ അസ്ല്. നാലാമത്തെ അസ്ല് ഹദീസ് എന്നുള്ളത് വഹിയാണ്. അതുകൊണ്ട് തന്നെ ഹദീസിനെ കളിയാക്കുമ്പോ, ഹദീസിനെ നിഷേധിക്കുമ്പോ, ഹദീസിനെ പരിഹസിക്കുമ്പോ അയാൾ അറിയണം അയാൾ വഹീനെയാണ് പരിഹസിക്കുന്നത്. ഇത് അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകളിൽ പ്രധാനപ്പെട്ട 4 അസ്ലുകൾ. മാത്രമല്ല അഹ്ലുസുന്നത്തിന്റെ അഖീദ വിശദീകരിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ വിശദീകരിക്കപ്പെടാറുണ്ട്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിഷയത്തിലുള്ള നിലപാട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് അഹ്ലുൽ ബിദ്അത്തിനുള്ളത്, ബിദ്അത്തിന്റെ ആളുകൾക്കുള്ളത്, അല്ലെങ്കിൽ ഹവയുടെ ആളുകൾക്കുള്ളത്. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള 4 അസ്ലാണെന്ന് പറയുന്നത് ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ്. അതിൽ ചില ആയത്തുകൾ, 1-2 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ആയത്തുകൾ ഞാനൊന്ന് വിശദീകരിച്ചു തരാം. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് ഒന്ന് ഇതാണ്. സൂറത്ത് നിസായിലെ 65-ാമത്തെ ആയത്ത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് കൃത്യമായി തന്നെ പറഞ്ഞു വയുസല്ലിമു തസ്ലീമ. അതാണ് നമ്മൾ 1-ാമത്തെ അസ്ലായിട്ട് പറഞ്ഞത്. ആയത്തിന്റെ അർത്ഥം നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല, മുഅ്മിനീങ്ങളാവുകയില്ല, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ, ഭിന്നതയുള്ള വിഷയങ്ങളിൽ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, പിന്നീട് നീ വിധിച്ച ഒരു കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ വിഷമവും ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രയാസവും സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, നിന്റെ വിധി എന്താണ് ആ വിധിക്ക് അവർ പൂർണ്ണമായി കീഴ്പ്പെടണം, അതിനവർ പൂർണ്ണമായി സമർപ്പിക്കണം. ഈ ആയത്താണ് 1-ാമത്തത്. അപ്പൊ ഇതിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് തസ്ലീം, മറ്റത് ഹറജ്, ഒരു വിഷമവും തോന്നാതെ അംഗീകരിക്കണം. അതിന് പലതരത്തിലുള്ള ഷറഹുകൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടെ നമ്മുടെ ഒരു അഖല് കൊണ്ടുവരാൻ പാടില്ല, ഒരു ഹറജ് ഉണ്ടാകാൻ പാടില്ല എന്നാണല്ലോ. പിന്നെ അവിടെ നമ്മുടെ അഖലില്ല, അവിടെ നമ്മുടെ റഅയില്ല, അതല്ലെങ്കിൽ അത് സയൻസിനെതിരാണെന്നുള്ളത് പറയാൻ പറ്റൂല. എന്താണോ ഖുർആനിൽ വന്നത്, എന്താണോ ഹദീസിൽ വന്നത്, വയുസല്ലിമു തസ്ലീമ, അതിനെ പൂർണ്ണമായി കീഴ്പ്പെടണം, ഒരു വിഷമവും ഇല്ലാതെ, നിർബന്ധിതാവസ്ഥയിലല്ല, ഒരു വിഷമവും ഇല്ലാതെ മനസ്സ വാച കർമ്മണ അത് അംഗീകരിക്കണം. സ്ഥിരപ്പെട്ട കാര്യം, ഹദീസാണെങ്കിൽ അത് സ്ഥിരപ്പെട്ടത്. ഇതാണ് 1-ാമത്തെ ആയത്ത്. 2-ാമത്തെ ആയത്ത് അഹ്സാബിലെ 36-ാമത്തെ ആയത്ത്. വമാ കാന ലിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു, ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പാടില്ല, അനുവാദമല്ല, അള്ളാഹു അവൻ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് അനുവാദമല്ല. അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, പിന്നീട് അവർക്കൊരു ഖിയറത്ത്, ഒരു ഇഖ്തിയാർ, ഒരു ചോയ്സ് അവർക്കില്ല. പിന്നെ നമ്മുടെ ഒരു അഭിപ്രായത്തിന് അവിടെ പ്രസക്തിയില്ല. ഇന്ന് ചില ഹദീസുകൾ നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ പറയും അത് നാസ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ അതായത് അതിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. അത് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ അതിന്റെ ലബോറട്ടറിയിൽ പരിശോധിച്ചിട്ട് തെളിഞ്ഞതാണെന്നുള്ളത് ചോദിക്കും. ആയത്തിൽ പറഞ്ഞത് എന്താണ്? അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, പിന്നീട് അവർക്കൊരു ഖിയറത്തില്ല. പിന്നെ അതിനെതിരായിക്കൊണ്ട്, ആയത്തിനെതിരായിക്കൊണ്ട്, ഹദീസിനെതിരായിക്കൊണ്ട് ഒരു റഅയി കൊണ്ടുവരാൻ പാടില്ല, അഖല് കൊണ്ടുവരാൻ പാടില്ല, സയൻസ് കൊണ്ടുവരാൻ പാടില്ല,
ഇതൊന്നും ഒരു വിശ്വാസിക്കും പാടുള്ളതല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന എന്നുള്ള അഹ്സാബിലെ 36-ാമത്തെ ആയത്ത്. അപ്പൊ രണ്ടായത്തുകൾ പറഞ്ഞു. മൂന്നാമത്തെ ആയത്ത് സൂറത്ത് നൂറിലെ 51-ാമത്തെ ആയത്ത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമീഅനാ വഅതഅന. സത്യവിശ്വാസികൾ പറയുന്നത് അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ എന്തിന്? അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടി അവരെന്താ പറയാ? സമീഅനാ വഅതഅന, സമീഅനാ വഅതഅന ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ തന്നെയാണ് വിജയികൾ. ഈ ആയത്തിന്റെ തഫ്സീറുകൾ നിങ്ങൾ പരിശോധിക്കണം. ഈ പറഞ്ഞിട്ടുള്ള 3 ആയത്തുകൾ. അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം ഹുജറാത്തിന്റെ 2-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശൂറൂൻ എന്ന ആയത്ത്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. അങ്ങനെ നിങ്ങളുടെ ശബ്ദം ഉയർത്തിയാൽ നിങ്ങളുടെ അമലുകൾ അത് ബാത്തിലായി പോകും, നിങ്ങളുടെ അമലുകൾ നിഷ്ഫലമായി പോകും. അതിനെ നിങ്ങൾ പേടിക്കണം എന്ന ആയത്തിന്റെ ഷറഹിൽ ഇബ്നുൽ ഖയ്യിമിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, ഫൈദാ കാന റഫ്ഉ അസ്വാതിഹിം ഫൗക സൗതിഹി സബബൻ ലിഹുബൂതി അമാലിഹിം. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ അവരുടെ ശബ്ദം ഉയർത്തുക എന്നുള്ളത് അവരുടെ അമലിനെ ബാത്തിലാക്കി കളയുമെങ്കിൽ ശ്രദ്ധിക്കണം. ശബ്ദം ഉയർത്തുന്നത് പോലും അവരുടെ അമലിനെ നിഷ്ഫലമാക്കി കളയുമെങ്കിൽ ഫകൈഫ തഖദീമു ആറായിഹിം, എങ്ങനെയാണ് അവർ അവരുടെ റഅയി കൊണ്ടുവരിക? അവരുടെ റഅയിനെ മുന്തിക്കുക. വഅഖൂലിഹിം, അവരുടെ അഖൽ, അവരുടെ ബുദ്ധിയെ മുന്തിക്കുക. വഅദ്വാഖിഹിം, അവരുടെ താല്പര്യങ്ങളെ. വസിയാസത്തിഹിം, അവരുടെ പോളിസികളെ. വമആരിഫിഹിം, അവരുടെ അറിവുകളെ. അലാമാ ജാഅ ബിഹി വറഫഅ അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നിട്ടുള്ള പ്രമാണത്തെക്കാൾ, ആ ഹദീസിനേക്കാൾ, റസൂലുള്ളാഹിന്റെ കൽപ്പനയേക്കാൾ അവരുടെ ബുദ്ധിയെ, അവരുടെ റഅയിനെ, അവരുടെ ദൗഖിനെ, അവരുടെ സിയാസത്തിനെ അവരെങ്ങനെ മുന്തിക്കും? അലൈസ ഹാദാ ഔലാ അൻ യകൂന മുഹ്ബിതൻ ലിഅമാലിഹിം, ഇവരുടെ പ്രവർത്തനങ്ങളല്ലേ നിഷ്ഫലമായി തീരാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തുന്നവരുടെ അമലുകൾ ബാത്തിലായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെക്കാൾ അമലുകൾ ബാത്തിലായി പോകാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ ഈ ആളുകളല്ലേ? പ്രമാണങ്ങൾക്കെതിരായിട്ട് ബുദ്ധി കൊണ്ടുവരിക, പ്രമാണങ്ങൾക്കെതിരായിട്ട് അവരുടെ റഅയി കൊണ്ടുവരിക, എന്നിട്ട് പ്രമാണങ്ങളെ നിഷേധിക്കുക. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് പറയും? ഞങ്ങളെ ഹദീസിനെ അംഗീകരിക്കുന്ന ആളുകളാണെന്നുള്ളത് പറയാം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, അതിന്റെ തഫ്സീറുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 ഉസൂലുകൾ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചത്. അത് അഹ്ലുസുന്നത്തിന്റെ അഖീദയാണെന്ന് പറഞ്ഞത്. ഈ 4 ഉസൂലുകൾ അംഗീകരിക്കാത്ത ആളുകളാണ് ഇതിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുള്ള 72 വിഭാഗം. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. 72 എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടായിത്തീരുന്നത്? മുർജിയത്ത്, ജഹ്മിയത്ത്, ഖദരിയത്ത്, ഖവാരിജ്, അവർ ഈ പറഞ്ഞ 4 അസ്ലുകൾ അത് അംഗീകരിക്കാത്തവരാണ്. അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. ഇനി ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ തസ്ലീം അല്ലെങ്കിൽ ആമന്നാ സല്ലംന അല്ലെങ്കിൽ സമീഅനാ വഅതഅന അല്ലെങ്കിൽ തസ്ലീമു ഇസ്തിസ്ലാം, അതിന്റെ ചില ഉദാഹരണങ്ങൾ ഹദീസുകളിലൂടെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഗൗരവത്തിലാണ് സഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, അയിമ്മത്തുകള് ഈ വിഷയത്തെ അവർ നോക്കിക്കണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പ്രഗത്ഭനാണ്. അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്ത ആരുണ്ടാവില്ല. അദ്ദേഹം ഒരിക്കലൊരു ഹദീസ് ഉദ്ധരിച്ചു. ഏതാണ് ഹദീസ്? അദ്ദേഹം ദർസെടുത്തുകൊണ്ടിരിക്കുകയാണ്. മർവസി അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവം ഇങ്ങനെയാണ്. വലമ്മാ ദക്കറ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹു മുഅ്മിൻ എന്ന് പറയുന്ന ഹദീസുകൾ ഉണ്ടല്ലോ. ഒരാൾ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുന്നില്ല, അതേപോലെ തന്നെ ഒരാൾ മുഅ്മിനായിക്കൊണ്ട് അയാൾ മോഷ്ടിക്കുമ്പോൾ മുഅ്മിനായിക്കൊണ്ട് മോഷ്ടിക്കുന്നില്ല എന്ന് പറയുന്ന ചില ഹദീസുകളുണ്ട്. അത്തരത്തിലുള്ള ചില ഹദീസുകൾ എടുത്ത് ഉദ്ധരിച്ച് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഖാല ഖായിലുൻ അലാ വജ്ഹിൽ ഇൻകാരി, അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന ചില ആളുകൾ അതിനെ എതിർത്തു. അവർ ചില സംശയം ചോദിച്ചു. അലാ വജ്ഹിൽ ഇൻകാർ എന്ന് പറഞ്ഞാൽ ആ ഹദീസിന് അവർക്ക് ദഹിക്കുന്നില്ല. ഒരാൾ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ മുഅ്മിനായിക്കൊണ്ട് മോഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം? അതെങ്ങനെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവും എന്നുള്ള രൂപത്തിലൊരു ഇൻകാറിന്റെ രൂപം ചില ആളുകൾ പ്രകടിപ്പിച്ചു. അവർ ചോദിച്ചു, മഹാദ, ഇതെന്തൊരു ഹദീസാണ്? ഫഗളിബ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ദേഷ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വഖാല യംനഉന ഹൗലാഇൽ അനാൻ,
അൻ നുഹദ്ദിസ ബിഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുന്നതിനെ ഈ ആളുകൾ നമ്മളെ തൊട്ട് തടുക്കുകയാണ്. അകുല്ലമാ ജഹിൽനാ മഅന ഹദീസിൻ തറക്നാഹു, ഒരു ഹദീസിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഹദീസിനെ നമ്മൾ ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത്? ബൽ ലാ ബൽ നർവിഹി കമാ സമിഅനാ, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ആ ഹദീസ് നമുക്ക് കിട്ടിയതുപോലെ നമ്മൾ അത് ഉദ്ധരിക്കും, നമ്മൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യും, നമ്മൾ ആ ഹദീസ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. വനൽസമുൽ ജഹ്ല അൻഫുസന, ആ ഹദീസ് മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമ്മുടെ തകരാറ്, അത് നമ്മുടെ ജഹല്, നമ്മുടെ ജഹാലത്ത്. നമുക്ക് ആ ഹദീസ് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഹദീസ് ആളുകൾക്ക് ഉദ്ധരിച്ചു കൊടുക്കും, ആ ഹദീസ് നമ്മൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കും. അതിന്റെ മാന മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഹദീസിന്റെ തകരാറല്ല. ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ അത് നമ്മൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ആ ഹദീസിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമ്മുടെ തകരാറാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഹദീസിനെ എതിർക്കുകയാണോ? ഇവിടെ ഈ ഹദീസിന്റെ ആശയം എന്താന്നുള്ളത് ചോദിച്ചതാണ്. മാഹാദ എന്നുള്ളതാണ് ചോദിച്ചത്. ഇത് എന്തൊരു ഹദീസാണ് എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോ അതിന് പോലും ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുള്ള മറുപടി. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതാണ് നേരത്തെ പറഞ്ഞ 4 അസലുകൾ. ഒരു ഹദീസ് നമുക്ക് സ്വഹീഹായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആമന്ന സല്ലംന, അതാണ് പിന്നെ തസ്ലീമും ഇസ്തിസ്ലാമും. അതിന്റെ മായന നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും, അതാണ് നമ്മൾ 3ാമത് പറഞ്ഞത്, എല്ലാ ഹദീസിന്റെയും ഹിക്മത്ത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഇബ്നുൽ മുബാറക് പറഞ്ഞത് എന്താണ്? ഒരു ഹദീസിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹദീസ് പറയാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? എന്ന് ചില ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. എല്ലാ ഹദീസുകളും എല്ലാ ആളുകളോടും പറയാൻ പാടില്ല. നമ്മുടെ നാട്ടില് രാഷ്ട്രീയക്കാർക്കനുസരിച്ചിട്ട് ചെരുപ്പ് മുറിക്കുന്ന അവസ്ഥയാണ്, അതിനനുസരിച്ച് ദീൻ പറയുന്ന അവസ്ഥയാണ്. നമ്മൾ അന്ധവിശ്വാസികളാണ് എന്നുള്ളത് സമൂഹത്തിൽ ആളുകൾ പറയും, രാഷ്ട്രീയക്കാർ പറയും. നമ്മൾ ജനങ്ങളെ പിന്നോട്ട് വലിക്കുന്നവരാണ് എന്നുള്ളത് പറയും. അതുകൊണ്ട് ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കയറുമെന്നുള്ളത് പറയാൻ പാടില്ല, കണ്ണേറുണ്ട് എന്നുള്ളത് പറയാൻ പാടില്ല, തരത്തിലുള്ള ഹദീസുകളൊന്നും പറയാൻ പാടില്ല. അതേപോലെ തന്നെ വേറെ ചില ഹദീസുകൾ അതിന്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാകാത്ത ഹദീസാണ്, ഒന്നും പറയാൻ പാടില്ല. അത്തരത്തിലുള്ള ഹദീസുകളെയൊക്കെ അവനവന്റെ റഅയ് കൊണ്ടുവന്ന് അവനവന്റെ അഖല് കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ഹദീസുകളെ നിഷേധിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ അഖീദക്കെതിരാണ്. നമ്മൾ പറഞ്ഞ ഈ ഉസൂലുകൾക്കെതിരാണ്. അഹ്ലുസുന്നത്തിന്റെ ഉസൂല്, ഒരാൾക്ക് ഫിർഖത്തുൻ നാജിയിൽ പെടണമെങ്കിൽ, അഹ്ലുസുന്നത്തിൽ മെമ്പറാകണമെങ്കിൽ, ത്വായിഫത്തുൽ മൻസൂറയിൽ ഒരാൾ ഉൾപ്പെടണമെങ്കിൽ മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിൽ ജീവിച്ചോ ആ മാർഗം സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഇവിടെ ഇബ്നുൽ മുബാറക്കിന്റെ നിലപാടിൽ നിന്ന് നമുക്ക് സംഗതി വളരെ ക്ലിയർ ആണ്. ഇബ്നുൽ മുബാറക്ക് പറഞ്ഞ എന്താണ്? ഒരു ഹദീസിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന്റെ തകരാറ് നമുക്കത് മനസ്സിലായിട്ടില്ല എന്ന് കരുതി അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ ഉദ്ധരിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത്. ആ ഹദീസ് നമ്മൾ ഉദ്ധരിക്കും, നമുക്ക് കിട്ടിയതുപോലെ നമ്മളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഈ സംഭവം ഇബ്നുൽ മുബാറക്കിന്റെ സീറയിൽ വിശദീകരിച്ചിട്ടുണ്ട്, സിയറിൽ വിശദീകരിച്ചിട്ടുണ്ട്, പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി തിരിച്ചു വന്നു. അതേപോലെ തന്നെ പിന്നീട് 7 ആകാശങ്ങളിലേക്ക് പോയി. ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക്. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ മക്കക്കാരായ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ സന്തോഷത്തോടു കൂടി ഇതെന്തായാലും അബൂബക്കർ സിദ്ദീഖ് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു, ഞാനേ ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് തിരിച്ചു വന്നു, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 7 ആകാശങ്ങളിലേക്ക് പോയി തിരിച്ചു വന്നു. ഈ വാർത്ത എന്തായാലും അബൂബക്കർ സിദ്ദീഖ് വിശ്വസിക്കൂല എന്നുള്ളത് ആണ് മുശ്രിക്കുകൾ വിചാരിച്ചത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ 1 മാസം അങ്ങോട്ടുണ്ട്, 1 മാസം തിരിച്ചിങ്ങോട്ടുമുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ മാത്രം പോയി വരാൻ 2 മാസം വേണം. ആ 2 മാസത്തിന് പകരം മുഹമ്മദ് പറയുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട്, രാത്രിയുടെ ഏതാനും സമയം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് 7 ആകാശങ്ങളിലേക്കും പോയി വന്നു എന്നുള്ളതാണ്. അവർ ആവേശത്തോടു കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, അവ ഖാല ദാലിക, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? ഖാലു, അവർ പറഞ്ഞു നഅം, അതെ. അവരിപ്പോ മുഹമ്മദിനെ അബൂബക്കർ നിഷേധിക്കും റളിയല്ലാഹു അൻഹു എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ കാന ഖാല ദാലിക ലഖദ് സദഖ, മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്തിസ്ലാം, ഇതാണ് തസ്ലീം, ഇതാണ് സമീഅനാ വഅതഅന, ഇതാണ് അഹ്ലുസുന്നത്തിന്റെ മനഹജ്. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഖാല, അവർ വീണ്ടും ചോദിച്ചു, അവ തുസദ്ദിഖുഹു അന്നഹു ദഹബ അല്ലൈല ഇലാ ബൈത്തുൽ മഖ്ദിസ് വജാഅ ഖബല നിസ്വിഹ. വീണ്ടും അവർ ചോദിക്കാണ്, ഒരൊറ്റ രാത്രിയുടെ ഏതാനും സമയം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി മുഹമ്മദ് തിരിച്ചു വന്നു, പ്രഭാതമാകുന്നതിന്റെ മുമ്പ് തിരിച്ചെത്തി എന്നുള്ളത് നീ അംഗീകരിക്കുന്നുണ്ടോ? നീ അത് വിശ്വസിക്കണോ?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം ഇന്നി ലൗ സദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക. അതിനേക്കാൾ വിദൂരമായൊരു സംഗതി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉസദ്ദിഖുഹു ബി ഖബരി സമായി ഫീ ഗുദുവിഹി ഔ റവഹിഹി. രാവിലെയും വൈകുന്നേരവും ആകാശത്തിൽ നിന്ന് മുഹമ്മദിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അത് അംഗീകരിക്കുന്ന എനിക്ക് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ ഒരു പ്രയാസമല്ല. അപ്പൊ അതിനേക്കാൾ വിദൂരത്ത് എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന സംഗതി അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു, ആ സംഭവം കേട്ടു. റസൂലുള്ള അങ്ങനെ പറഞ്ഞോ, ആമന്ന സദ്ദഖന. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ ഉസൂൽ. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ. ഇതിനെതിരായൊരു നിലപാട് അത് ബിദ്അത്തിന്റെ ആൾക്കാരുടെ നിലപാടാണ്, അത് ഹവന്റെ ആളുകളുടെ നിലപാടാണ്. അത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. ഏത് ഹദീസാണെങ്കിലും ഈ ഹദീസ് അയാളുടെ ബുദ്ധിക്ക് യോജിക്കുന്ന ഹദീസാണ്. ബൈത്തുൽ മുഖദ്ദസിൽ പോയി വരാൻ മാത്രം 2 മാസമാണ് തിരിച്ചു വരണമെങ്കിൽ. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് 7 ആകാശങ്ങളും പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതയാളുടെ ബുദ്ധിക്ക്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള ചില ആളുകൾ, അതേപോലെ തന്നെ ലോകത്തുള്ള വേറെ ചില ആളുകൾ പറയുന്നത് എന്ത്, അത് സ്വപ്നം മാത്രമായിരുന്നു എന്ന് പറയുന്നത്, ജസദ് പോയിട്ടില്ല എന്ന് പറയുന്നത്. കാരണം അവരുടെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇവിടെ അത് അഹ്ലുസുന്നത്തിന്റെ നിലപാടല്ല. അത് ആരെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ജസദ് പോയിട്ടില്ല എന്നുള്ളതാണ്. അതിന് ചില ദുർബലമായ തെളിവുകൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. അപ്പൊ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതാണെന്ത് തസ്ലീം, ഇതാണ് ഇസ്തിസ്ലാം, ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഇനി മൂന്നാമതൊരു സംഭവം, അബുൽ ഹുസൈൻ അത്തിബ്സി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ആബിദാണ്, സാഹിദാണ്. ജഅറജുലിൻ അദ്ദേഹം ഒരു സംഭവം തിരിക്കുന്നുണ്ട്. ജഅറജുലിൻ അബീ സഈദ് അൽ ഇസ്തഖരി, അബൂ സഈദ് അൽ ഇസ്തഖരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇമാമാണ്, അല്ലാമ എന്നുള്ളതാണ് ഇമാം ദഹബി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഖീഹുൽ ഇറാഖി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായ ആളാണ് ആര്, അബൂ സഈദ് അൽ ഇസ്തഖരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, അയജൂസുൽ ഇസ്തിൻജാഉ ബിൽ അളം, എല്ല് കൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുമോ? ഖാല, അദ്ദേഹം പറഞ്ഞു, അബൂ സഈദ് പറഞ്ഞില്ല. ഖാല ലിമ, ചോദ്യം ചോദിച്ച ആൾ ചോദിച്ചു എന്തുകൊണ്ട് പാടില്ല? ഖാല, അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹുവ തുആമു ഇഖ്വാനികും മിനൽ ജിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് പറഞ്ഞെടുത്തു. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. നിങ്ങൾ അളവ് കൊണ്ട് ശുദ്ധീകരിക്കരുത്, കാരണം അത് നിങ്ങളുടെ സഹോദരങ്ങളായ ജിന്നുകളുടെ ഭക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കരുത് എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് പറഞ്ഞു കൊടുത്തു അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് ഈ ചോദ്യകർത്താവ് ചോദിച്ചു, അൽ ഇൻസു അഫ്ദലു അമിൽ ജിന്നു, ജിന്നാണോ ശ്രേഷ്ഠൻ മനുഷ്യനാണോ ശ്രേഷ്ഠൻ? അവരുടെ അക്കല് കൊണ്ടുവരികയാണ്. ഇന്നത്തെ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ കൊണ്ടുവരുന്ന അക്കല് കൊണ്ടുവരികയാണ്. ജിന്നാണോ ശ്രേഷ്ഠൻ മനുഷ്യനാണോ ശ്രേഷ്ഠൻ? ഖാല ബലിൽ ഇൻസ്, അദ്ദേഹം പറഞ്ഞു മനുഷ്യനാണ് ശ്രേഷ്ഠൻ. ഖാല ഫലിമ യജൂസുൽ ഇസ്തിൻജാഉ ബിൽ മാഇ വഹുവ സാദുൽ ഇൻസ്, ഇന്നത്തെ ചില അക്കലാനികളെ പോലെ അദ്ദേഹം അക്കല് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളം കൊണ്ട് എങ്ങനെ ശുദ്ധീകരിക്കും? വെള്ളം എന്നുള്ളത് മനുഷ്യന്റെ ഭക്ഷണമല്ല, എല്ല് ജിന്നിന്റെ ഭക്ഷണമാണ്. അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ലെങ്കിൽ വെള്ളം കൊണ്ട് എങ്ങനെ ശുദ്ധീകരിക്കും? അത് മനുഷ്യന്റെ ഭക്ഷണമല്ല. ഈ ജാതി അഖിലാണെന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ കൊണ്ടുവരുന്നത്. ഇങ്ങനെ അഖില് കൊണ്ടുവന്ന ആളുകളോടുള്ള അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ് നമ്മൾ പഠിക്കുന്നത്. അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഫനസ അബൂ സഈദ് അലൈഹി വഹദ ബിഹൽഖിഹി, ഈ ചോദ്യകർത്താവിന് നേരെ ചാടി വീണു, അല്ല ഹൽക്കിന് പിടിച്ചു. വഹുവ യഖൂലു യാ സിന്ദീഖ്, എന്നിട്ട് അയാളെ വിളിച്ചു സിന്ദീഖ്, മതവിരോധി, മതനിഷേധി. തുആരിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെതിരാവുന്നു. വജഅല യുഹന്നികുഹു, അവന്റെ കഴുത്തിന് പിടിച്ചു ഞെക്കി. ഫലൗല അന്നി അദ്റക്തുഹു ലഖതലഹു, അബുൽ ഹുസൈൻ പറയണം, ഞാൻ അബൂ സഈദിനെ പിടിച്ചു മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൊന്നുകളയുമായിരുന്നു. അക്കോലത്ത് അത്രത്തോളം ദേഷ്യത്തിൽ ഈ ചോദ്യകർത്താവിന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ തുടങ്ങിയതാണ്. ഇവിടെ ബുദ്ധിപരമായൊരു ചോദ്യം റസൂലുള്ളാഹിന്റെ ഹദീസിനെതിരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ അഹ്ലുസുന്നത്തിന്റെ നിലപാട് നമ്മൾ പഠിക്കണം. ഇന്ന് ഹദീസുകളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായാൽ നിങ്ങൾ വാതിലടക്കണം, ബിസ്മില്ല പറയണം, എങ്കിൽ ആ അടച്ച വാതിൽ പിശാച്ചിന് തുറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ എങ്കിൽ വാതിലിന്റെ ഓട്ടി കൂടെ കയറൂലേ എന്നുള്ളതാണ് പിശാച്ച്. വാതിലിന്റെ ദ്വാരത്തിൽ കൂടെ പിശാച്ചുള്ളിലേക്ക് കയറൂലേ. അങ്ങനെ ഹദീസുകളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരും പറയുന്നത് ഞങ്ങള് മുജാഹിദുകളാണ്, ഞങ്ങൾ സലഫികളാണ്. ഇത് അഹ്ലുസുന്നത്തിന്റെ നിലപാടല്ല. അതിനാണ് ഞാൻ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം കൊണ്ടുവന്നത്, മിഅ്റാജിന്റെ സംഭവം കൊണ്ടുവന്നത്. അത് ബുദ്ധിക്കെതിരാണ്, പക്ഷെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അവിടെ നഖല്
അഖലല്ല നഖൽ. അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹദീസ് സ്വഹീഹാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഈ സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഹദീസിനെ തള്ളുക എന്നുള്ളത് അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല. ഇവിടെ ഈ ഒരു ചോദ്യം ചോദിച്ചതിനാണ് എന്ത് ചെയ്തത്? കഴുത്തിൽ പിടിച്ചു നിൽക്കിയതാണ്, ചാടി വീണു എന്നാണ്. ഇത് ദമ്മുൽ കലാമിൽ ഹറവി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇമാം ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി ദമ്മുൽ കലാമിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത്രത്തോളം ഗൗരവത്തിലാണ് എന്ത് ഹദീസിനെതിരാകുക എന്നുള്ളത്, അവിടെ ബുദ്ധി കൊണ്ടുവരിക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിസ്കരിച്ചു. ഒരു ദിവസം സുബഹിസ്കരിച്ചിട്ടിരിക്കുകയാണ്. സുമാ ഖബല അലന്നാസി, പിന്നീട് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. സുബഹിസ്കാരം എന്തെങ്കിലും കാര്യം പ്രത്യേകം എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടാകുമ്പോൾ, ഒരു നസീഹത്ത് കൊടുക്കാനുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം സ്വഹാബികൾക്ക് നേരെ തിരിയും. അവരോട് കാര്യങ്ങൾ സംസാരിക്കും, ദീന് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ബൈനമാ റജുലുൻ യസൂഖു ബഖറതൻ ഇദ റകിബഹ ഫളറബഹ. ഒരു മനുഷ്യൻ ഒരു പശുവിനെ തെളിച്ചു കൊണ്ടുപോവാണ്. അയാൾ എന്ത് ചെയ്തു? ആ പശുവിന്റെ പുറത്ത് കയറി. കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തൊക്കെ കയറിയിരിക്കുന്നത് പോലെ ആ പശുവിന്റെ പുറത്ത് അയാൾ കയറി. ആ പശു വേഗത്തിൽ നടക്കുന്നതിന് വേണ്ടി അയാൾ ആ പശുവിനെ അടിച്ചു. ഫഖാലത്ത് ഇന്നാലം നുഖ്ലക ലിഹാദ. ആ പശു മനുഷ്യർ സംസാരിക്കുന്നത് പോലെ പശു സംസാരിക്കാൻ തുടങ്ങി. ആ പശു പറഞ്ഞു, ഞങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആളുകളല്ല, യാത്ര സവാരിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങൾ. ഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർസി, നിലം ഉഴുതുമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ വേറെ ചില പദപ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി, നിലം ഉഴുതുമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സവാരി ചെയ്യാനല്ല ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പശു മനുഷ്യരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ഫഖാല അന്നാസു, ജനങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തകല്ലം. അല്ലാഹു എത്രയോ പരിശുദ്ധൻ, ഒരു പശു അത് സംസാരിക്കുന്നു, ഒരു പശു സംസാരിക്കുക. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നി ഊമിനു ബിഹാദാ അന അബൂബക്കർ വഉമർ. ഇത് ഞാൻ വിശ്വസിക്കുന്നു, അബൂബക്കറും വിശ്വസിക്കുന്നു, ഉമറും വിശ്വസിക്കുന്നു. ഇതാണ് ഇസ്ലാം, ഇതാണ് അഹ്ലുസ് സുന്ന. എന്നിട്ട് റാവി പറയണം, വമാഹുമാ സമ്മ. അബൂബക്കറും ഉമറും ആ സദസ്സിലുണ്ടായിരുന്നില്ല. എന്നിട്ടും റസൂലുള്ളാഹി പറഞ്ഞു, പശു സംസാരിച്ചു എന്നുള്ളത് അബൂബക്കർ വിശ്വസിക്കുന്നു, ഉമറും വിശ്വസിക്കുന്നു. ആ സദസ്സിലില്ല, അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുന്നത്. ഇതൊരു സംഭവം. ഹദീസിന്റെ ബാക്കി ഭാഗം, ഒരാൾ അയാളുടെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെന്നായ ആടുകൾക്ക് നേരെ ചാടി വീണു. ഫദഹബ മിൻഹാ ബിശാത്തിൻ, ഒരാടിനെയും കൊണ്ട് ചെന്നായ പോയി. ആ ചെന്നായ ഓടിപ്പോയി. ഇടയൻ ചെന്നായനെ പിന്തുടർന്നു. അയാൾ ധീരനായിരുന്നു. എന്നിട്ട് ആടിനെ ആ ചെന്നായിൽ നിന്നും രക്ഷപ്പെടുത്തി. ഫദഹബ മിൻഹാ ബിശാത്തിൻ ഫഖാല ലഹു ദിഅബു ഹാദാ ഇസ്തൻകദത്ഹാ മിന്നി ഫമൻ ലഹാ യൗമ അസ്സബഇ. ആ ചെന്നായ ആ ഇടയനോട് സംസാരിച്ചു. ചെന്നായ സംസാരിക്കുക, ഈ ആടിനെ ഇന്ന് നീ രക്ഷപ്പെടുത്തി, എന്നാൽ സബഇന്റെ ദിവസം ഈ ആടിനെ ആര് രക്ഷപ്പെടുത്തും? അന്ന് എന്നിൽ നിന്നും ഈ ആടിനെ വന്യമൃഗങ്ങൾ ചാടി വീഴുന്ന. ഫമൻ ലഹാ യൗമ അസ്സബഇ യൗമ ലാ റാഇയ ലഹാ ഗൈരി. ഇതിന് പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. യൗമുസ് സബഅ ഖിയാമത്ത് നാൾ എന്ന് വന്നിട്ടുണ്ട്. ഫിത്തനന്റെ കാലഘട്ടം, അതിനു മുമ്പുള്ള ഫിത്തനന്റെ കാലഘട്ടം എന്ന് വന്നിട്ടുണ്ട്. ആ ഫിത്തനന്റെ കാലഘട്ടത്തിൽ വന്യമൃഗങ്ങൾ, വേട്ടമൃഗങ്ങൾ ആടുകൾക്ക് നേരെ ചാടി വീണ് അവരെ ആക്രമിക്കുമ്പോൾ എന്നിൽ നിന്നും ഈ ആടിനെ ആര് രക്ഷിക്കും? ഇന്ന് നീ രക്ഷപ്പെടുത്തി. ആ ഒരു ഫിത്തനന്റെ കാലഘട്ടം എന്നുള്ളത് ജനങ്ങൾ അവരുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നിന്നും അശ്രദ്ധരായിരിക്കും. അവരുടെ ആടുകളെ ശ്രദ്ധിക്കാൻ പോലും അവർക്ക് സമയം ഉണ്ടാവില്ല. അന്ന് വന്യജീവികൾ, വന്യജന്തുക്കൾ അവരുടെ ആടുകൾക്ക് നേരെ ചാടി വീഴുമ്പോ എന്നിൽ നിന്നും ഈ ആടുകളെ ആര് രക്ഷപ്പെടുത്തും? ഇപ്പൊ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിക്കോ. ചെന്നായ സംസാരിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരു ചെന്നായ സംസാരിക്കേ. ചെന്നായ ഇതാ സംസാരിക്കുന്നു, ചെന്നായ സംസാരിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിഹാദാ അന വ അബൂബക്കറിൻ വ ഉമർ. ഞാനിത് വിശ്വസിക്കുന്നു, അബൂബക്കറും വിശ്വസിക്കുന്നു, ഉമറും വിശ്വസിക്കുന്നു. ഒമാഹുമാ സമ്മ. റാവി പറയുന്നു, ഇത് പറഞ്ഞ സന്ദർഭത്തിൽ അബൂബക്കറും ഉമറും ആ സദസ്സിലുണ്ടായിരുന്നില്ല. ഇത് ബുഖാരി ഉദ്ധരിച്ചതാണ്, മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഇത് നിന്റെ ബുദ്ധിക്ക് യോജിക്കോ? പശു സംസാരിച്ചു എന്നുള്ളത് നിന്റെ ബുദ്ധിക്ക് യോജിക്കുമോ? ചെന്നായി സംസാരിച്ചു എന്നുള്ളത് നിന്റെ ബുദ്ധിക്ക് യോജിക്കുമോ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും സദസ്സിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറും വിശ്വസിച്ചു, ഉമറും വിശ്വസിച്ചിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാനുള്ള കാരണം, നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് വിശദീകരണം കൊടുത്തത് എന്താ അറിയോ? അത് പറയാനൊരു കാരണമുണ്ട്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, അവർ രണ്ടുപേരും
ആ സദസ്സിലുണ്ടായിരുന്നെങ്കിൽ തിർമിദിന്റെ ഷറഹിൽ നബവി വേറെ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. തിർമിദിന്റെ ഷറഹില് തുഹ്ഫത്തുൽ അബദിൽ ഇതിന് വിശദീകരിക്കാണ്. ആ സദസ്സില് അബൂബക്കറും ഉമറും ഇല്ലാതിരുന്നിട്ടും അവരിതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അന്നഹുമാ യുസദ്ദിഖാനി ബിദാലിക ഇദാ സമിഅനാഹു വലാ യതറദ്ദദാനി ഫീഹി. അവരാ സദസ്സിലുണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും റസൂലുള്ള പറഞ്ഞ ആ കാര്യത്തെ സത്യപ്പെടുത്തും. ആ കാര്യത്തിൽ അവർ സംശയിക്കൂല. അവർക്ക് ആ കാര്യത്തിൽ റസൂലുള്ള പശു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ സമിഅനാ വഅതഅന. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആയത്ത് സമിഅനാ വഅതഅന വയുസല്ലിമു തസ്ലീമ. അവർക്ക് എന്തുണ്ടാവില്ല, പിന്നെ ഹറജ് ഉണ്ടാവില്ല. അഹ്ലുസുന്നത്തിന്റെ 4 ഉസൂലുകൾ പഠിച്ചപ്പോ അതിൽ നമ്മൾ പറഞ്ഞത് അഖലിനേക്കാൾ നഖലിനെ മുന്തിക്കുക. അവിടെ നഖലാണ്. പ്രമാണങ്ങളിൽ വന്നോ സമിഅനാ വഅതഅന. ഇത് അഹ്ലുസുന്നത്തിന്റെ ഉസൂലാണ്. അപ്പൊ അതിനെ വിശദീകരിച്ചിട്ട് പറയാണ് അവർക്കതിലൊരിക്കലും സംശയം ഉണ്ടാവില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും. അതുകൊണ്ടാണ് റസൂലുള്ള കഴിഞ്ഞാൽ പിന്നീട് ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ദൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് ഏറ്റവും അഫ്ദൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇസ്രാ മിഅ്റാജിന്റെ സംഭവം കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ സദ്ദഖ്തു. ആ പറഞ്ഞത് സത്യമാണ്, ഞാൻ ആ പറഞ്ഞതില് സത്യപ്പെടുത്തുന്നു. ഇവിടെ പശു സംസാരിച്ചു. ബുഖാരി ഉദ്ധരിച്ചതാണ്, മുസ്ലിം ഉദ്ധരിച്ചതാണ്, സുനനുകളിൽ വന്നതാണ്, പിന്നെ മുസ്നദുകളിൽ വന്നതാണ്, മുസ്ലിം ലോകം അംഗീകരിച്ചു പോരുന്നതാണ്. ഇത് ഏത് സയൻസിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഹദീസിൽ നമ്മൾ തെളിയിക്കുക? ചന്ദ്രൻ പിളർന്നു എന്ന ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ ഖുർആനിന്റെ തഫ്സീറിൽ വന്നതാണ്. അത് നാസ പറയണം. ഇവിടെ പശു സംസാരിച്ചു എന്നുള്ളത് ഏത് നാസ പറഞ്ഞാലാണ് ഇവർ അംഗീകരിക്കുക? ആര് പറയണം? ഇത് നിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതാണ്, നിന്റെ യുക്തിക്ക് യോജിക്കുന്നതാണ്. ചെന്നായി സംസാരിച്ചു എന്നുള്ളത് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അശ്റാത്തു സായില് ഇങ്ങനെ കുറെ സംഭവങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കല്ലുകൾ സലാം പറഞ്ഞത്, സ്വഹാബികൾക്കുണ്ടായ ചില അനുഭവങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള പശു സംസാരിച്ചത്, ചെന്നായ സംസാരിച്ചത്, ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർത്തുബി പറയാണ് എന്താ പറഞ്ഞത് അറിയോ? വൈൻ കാലത്ത് ഉമൂറൻ ഖാരിഖത്തൻ ലിൽആദ ജാരിയത്തൻ അലാ ഗൈരിൽ മഅലൂഫി. ഇത് അത്ഭുതകരമായിട്ടുള്ള ചില സംഭവങ്ങളാണ്, അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണെങ്കിലും ശരി, ഇല്ല അന്നഹു യജിബുൽ ഈമാനു ബിഹ വതസ്ദീഖുഹ. അവനെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കുക എന്നുള്ള നിർബന്ധമാണ്, അതിനെ സത്യപ്പെടുത്തുക എന്നുള്ള നിർബന്ധമാണ്. എന്തുകൊണ്ട്? ലി സുബൂതിഹ അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അത് സ്ഥിരപ്പെട്ടു വന്നതുകൊണ്ട് അത് അംഗീകരിക്കുക എന്നുള്ളത്, അത് തസ്ദീഖ് ചെയ്യുക എന്നുള്ളത് മുഅ്മിന്റെ മേൽ ബാധ്യതയാണ്. ഇമാം ഖുർത്തുബി പറഞ്ഞത് ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. പിന്നെ വാതിലിന്റെ ഓട്ടി കൂടെ പിശാച് കയറുന്നു ചോദിക്കുന്നത് ഒരു മുസ്ലിമിന്റെ നിലപാടല്ല. ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് നാസ പറയണം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ നിലപാടല്ല. ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ അത് സ്വീകരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ സമഅന വഅതഅന ആമന്ന സല്ലംന, ഇതാണ് തസ്ലീം, ഇതാണ് ഇസ്തിസ്ലാം. ഇങ്ങനെയാണ് ഒരു ഹദീസിന് കീഴ്പ്പെടുക, ഇങ്ങനെയാണ് ഒരു ഹദീസിനെ സമർപ്പിക്കുക എന്നുള്ളത്. അല്ലാമത്തു ശൻഖീതി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും വിശ്വസിച്ചു എന്ന് പറയുന്നതിന് അദ്ദേഹം വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാണ് നബിക്ക് അറിയാമായിരുന്നു, ലഅലിമഹു മിൻഹുമാ, അല്ലാഹു റസൂലിന് അറിയാമായിരുന്നു അവരെ കുറിച്ച്, അന്നഹുമാ ലാ യുൻകിറാനി, അവർ രണ്ടുപേരും നിഷേധിക്കുന്ന ആളുകളല്ല, മാ സബത ബിസ്സനദി സ്വഹീഹി, സ്വഹീഹായ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒന്നിനെ ലിമുജറദി ഇസ്തിബ്ആദിഹി അഖല, അത് ബുദ്ധിക്കെതിരാണ് എന്ന് കരുതി സനദ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സംഗതിയെ നിഷേധിക്കുന്നവരല്ല ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കർ വിശ്വസിച്ചിരിക്കുന്നു, ഉമർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഈ ഹദീസിനെ നിഷേധിക്കാൻ പറ്റുമോ? മുത്തഫഖുൻ അലൈഹി വന്നിട്ടുള്ള ഹദീസാണ്. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിന്റെ ശറഹ് കൊടുത്തിട്ടുള്ളതും ഈ രൂപത്തിലാണ്. അഹ്ലുസുന്നത്തിന്റെ നിലപാട് ഇവിടൊക്കെ വിശദീകരിച്ചു. അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ ഒരു പണ്ഡിതനും പശു സംസാരിക്കുക എന്നുള്ളത് സയൻസിന് വിരുദ്ധാണ്, ചെന്നായി സംസാരിക്കുക എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ അന്ധവിശ്വാസികളായി പോകും. കാരണം അങ്ങനെ ഹദീസിനെ നിഷേധിക്കുകയാണെങ്കിൽ ഖുർആനെയും നിഷേധിക്കേണ്ടി വരും. അങ്ങനെ നിഷേധിച്ചിട്ടുണ്ട്. ഉറുമ്പ് സംസാരിച്ചു എന്നുള്ളത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഹുദ്ഹുദ് മരം കൊത്തി സംസാരിച്ചു എന്നുള്ളത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ദാബത്തുൽ അർദ് സംസാരിക്കുമെന്നുള്ളത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹദീസ് തള്ളുമ്പോ തത്തുല്യമായ ആയത്തുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഹദീസ് വഹിയാണെന്ന് പറയുന്നത്. കളിയാക്കുമ്പോൾ ശ്രദ്ധിക്കണം, പരിഹസിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനോട് എതിരാകുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റാളെ കഴുത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞില്ല അബൂ സഈദ് പിന്നെ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെതിരെ പറഞ്ഞപ്പോ. കാരണം ഇത് വഹിയാണ്.
അപ്പൊ പശു സംസാരിച്ചു എന്നുള്ളതിനെ തട്ടാണെങ്കിൽ ഉറുമ്പ് സംസാരിച്ചു എന്നുള്ളതിനെ ഖുർആനും തട്ടേണ്ടി വരും. അതുകൊണ്ടാണ് CNN പോലുള്ള ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ നംലത്തി എന്നുള്ളത് ഒരു ഗോത്രമാണ് എന്നുള്ളതാണ്. ഗോത്രത്തില് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വേറെ വിശദീകരണങ്ങളിലേക്ക് പോകും. അതിന് അമാനി മൗലവി ഖണ്ഡിക്കുന്നുണ്ട് ഇങ്ങനെ ചില ദുർവ്യാഖ്യാനങ്ങൾ. അപ്പൊ അതിനു വേണ്ടി ഈ സംഭവമൊക്കെ ഉദ്ധരിക്കുന്നത് എന്തിനാരോ? ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാട്. അപ്പൊ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. പശു സംസാരിച്ചു. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തോളൂ? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചന്ദ്രൻ പിളർന്നു, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പശു സംസാരിച്ചു, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ. ഇതാണ് ഈമാൻ, ഇതാണ് തസ്ലീം, ഇതാണ് ഇസ്തിസ്ലാം, ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഇതാണ് ഒരാൾക്ക് സ്വർഗത്തിൽ പോകുക. ഇതാണ് ആര് മാലിക് പറഞ്ഞ, ഇമാം മാലിക് പറഞ്ഞ കപ്പല്. ഈ കപ്പലിൽ കയറിയ നിർവാഹമുള്ളൂ. ഈ കപ്പലിൽ കയറാത്ത ആളുകളൊക്കെ നശിക്കുന്ന ആളുകളാണ്. ഈ അഹ്ലുസുന്നത്തിന്റെ നിലപാടിൽ സ്വീകരിക്കാത്ത ആളുകളൊക്കെ അതൊക്കെ ഒന്നെങ്കിൽ അവന്റെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വിദേഹത്തിന്റെ ആൾക്കാരായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങള് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. സുഹരി അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്ത ആളുകളുണ്ടാവില്ല, വളരെ പ്രഗത്ഭനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞെടുത്തപ്പോ ഒരാൾ ചോദിച്ചു, യാ അബൂബക്കർ, ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ് വശക്കൽ ജുയൂബ് വലൈസ മിന്നാ മൻ ലം യുവക്കിർ കബീറന. ഇങ്ങനെയുള്ള ചില ഹദീസുകൾ ഉണ്ടല്ലോ. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥമൊക്കെ? അതായത് മയ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ മുഖത്തടിക്കുക, നെഞ്ചത്തടിക്കുക, ഡ്രസ്സ് ഷർട്ട് കീറുക, ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അവരൊന്നും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ. അതേപോലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ. എന്താണ് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം? അവരൊന്നും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല. അങ്ങനെ കുറെ ഹദീസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ നമ്മിൽപ്പെട്ടവനല്ല, അങ്ങനെ കുറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് ഹദീസുകൾ ഇയാൾ ചോദിച്ചത് ഈ പറഞ്ഞ ഹദീസാണ്. ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ് വശക്കൽ ജുയൂബ് വലൈസ മിന്നാ മൻ ലം യുവക്കിർ കബീറന എന്ന് പറയുന്ന ഹദീസാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? വമാ ഹാദൽ ഹദീസ്, ഇതേപോലുള്ള ഹദീസുകളിലേക്ക് അർത്ഥം എന്താണ്? സുഹൈരിനോടാണ് ചോദ്യം. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഈ ഒരു ചോദ്യമെങ്കിൽ അതൊന്നും നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ യുക്തിക്ക് യോജിക്കുന്നതല്ല. കണ്ണറിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഫാത്തറക സുഹരി സഅദ്, ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി കുറച്ചു നേരം തലങ്ങനെ താഴ്ത്തി നിന്നു. സുമ്മ റഫഅ റഅസഹു, പിന്നീട് അദ്ദേഹത്തിന്റെ തല ഉയർത്തി. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മിനല്ലാഹി അസ്സ വജല്ല അൽ ഇൽം വഅല റസൂലി അൽ ബലാഗ് വഅലൈനാ അത്തസ്ലീം. അഹ്ലുസുന്നത്തിന്റെ ഈ അസ്ലൻ പഠിപ്പിച്ചു കൊടുത്തു. തല ഉയർത്തി എന്നിട്ട് പറഞ്ഞു കൊടുത്തു, മിനല്ലാഹി അൽ ഇൽം, ഇൽമ്, ഈ ഇൽമ് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വഅല റസൂലി അൽ ബലാഗ്, അള്ളാഹു റസൂലിന്റെ ബാധ്യത കിട്ടുന്ന ഇൽമ്, ആ വഹി ബലാഗ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വഅലൈനാ തസ്ലീം, നമ്മുടെ മേലുള്ള ബാധ്യത തസ്ലീമാണ്. ബസ് ഖലാസ്. ഏത് ഹദീസാണെങ്കിലും നമ്മുടെ മേലുള്ള ബാധ്യത ആ ഹദീസിന് കീഴ്പ്പെടുക. ഏത് ഹദീസാണെങ്കിലും. ഇപ്പൊ ഈ പറയപ്പെട്ടിട്ടുള്ള ഏത്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. ഒരു ഈച്ച പാനീയത്തിൽ മുക്കിയാൽ, പിന്നെ വെള്ളത്തിൽ വീണാൽ അതിനെ മുക്കിയെടുത്തിട്ട് ആ വെള്ളം കുടിക്കണമെന്ന് പറയുന്ന ഹദീസ്. അജ്വാകാരക്കയുടെ ഹദീസ്. ഇങ്ങനെ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഹദീസുകളെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കാം. ഇമാം സുഹരി പറഞ്ഞ മറുപടിയാണ് നമുക്കുള്ളത്. മിനല്ലാഹി അൽ ഇൽം വഅല റസൂലി അൽ ബലാഗ് വഅലൈനാ അത്തസ്ലീം. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. അവിടെ ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസിന്റെ തള്ളല്ല. അല്ലെങ്കിൽ എന്റെ അഭിപ്രായം ഇന്ന് അങ്ങനെയാണ് നമ്മുടെ നാട്ടില്. അല്ലെങ്കിൽ നിങ്ങളെ അഭിപ്രായം, ഇക്ക് അങ്ങനെ അഭിപ്രായമല്ല, ഓക്കെ, അപ്പൊ ആ ഹദീസ് തള്ളി. ഇക്ക് അങ്ങനെ അഭിപ്രായമല്ല, ആ ഹദീസിനെ തള്ളി. ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹദീസുകൾ തള്ളിക്കൊണ്ടിരിക്കുക. കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ വിശദീകരിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിലും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കേണ്ടി വരും. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.